ഹലോ ഗൈസ്, പല കാർ ഓണേഴ്സിന്റെയും ഏറ്റവും വലിയൊരു നൈറ്റ് മെയർ ആണ് നമ്മുടെ ആ ഒരു മീറ്റർ കൺസോളിൽ ഏതെങ്കിലും ഒരു വാണിംഗ് ലൈറ്റ് കത്തുക എന്നുള്ളത്. നമ്മുടെയൊക്കെ വാഹനങ്ങളിൽ മിക്കപ്പോഴും കാണാവുന്ന ഒരു വാണിംഗ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിസർവ് അല്ലെങ്കിൽ ലോ ഫ്യൂലിന്റെ ആണ്. അതല്ലാതെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒട്ടനവധി വാണിംഗ് ലൈറ്റുകൾ നമ്മുടെ വാഹനങ്ങളുണ്ട്. ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മെക്കാനിസം പ്രവർത്തിക്കുന്നതിന്റെ ഇടയിൽ എന്ത് തരത്തിലുള്ള തകരാറ് സംഭവിച്ചാലും എത്രയും പെട്ടെന്ന് ഡ്രൈവറിന് ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വാണിംഗ് ലൈറ്റുകളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ചില വാണിംഗ് ലൈറ്റുകളൊക്കെ അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പോലും മറ്റു ചിലത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വാണിംഗ് ലൈറ്റുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് വാണിംഗ് ലൈറ്റുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. മൈ നെയിം ഈസ് അഭിജിത്ത് രാമചന്ദ്രൻ. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് എഞ്ചിൻ വാണിംഗ് ലൈറ്റ് ആണ് ഏറ്റവും വലിയൊരു വാണിംഗ് അല്ലെങ്കിൽ നൈറ്റ് മെയർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിനേക്കാളും മേളിൽ നിൽക്കുന്ന ഒരുത്തരുണ്ട് ഈ എഞ്ചിൻ ഓയിൽ പ്രഷർ വാണിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവനാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഇത് നമുക്ക് റണ്ണിങ്ങിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാഹനം സഡൻലി സ്റ്റോപ്പ് ചെയ്ത് വണ്ടി ടോ ചെയ്ത് ഷോറൂമിൽ എത്തിക്കാണ്ട് വേറെ വഴിയില്ല. ഇത് എപ്പോഴാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിന്റെ ലൂബ്രിക്കേഷന് വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓയിൽ പ്രോപ്പറായിട്ട് സർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ എഞ്ചിനുള്ളിൽ എത്താതിരിക്കുക, അല്ലെങ്കിൽ എഞ്ചിൻ്റെ ആ ഒരു ഓയിൽ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ലൂബ്രിക്കേഷൻ പ്രശ്നം ഉണ്ടാവുക, മെറ്റൽ പാർട്സ് ഒക്കെ ക്രാക്ക് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഈ ഓയിൽ പ്രഷർ അല്ലെങ്കിൽ ഓയിൽ സർക്കുലേഷൻ, ഓയിൽ ലൂബ്രിക്കേഷൻ ഒക്കെ പ്രോപ്പറായിട്ട് ആ ഒരു സെർട്ടൺ പേഴ്സൻറ്റേജ് ആ പ്രഷർ കീപ്പ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ തന്നെ ഈ ഒരു വാണിംഗ് അടിക്കും. അതിനർത്ഥം നിങ്ങളുടെ വാഹനത്തിനുള്ള ആ ഒരു ഓയിൽ പ്രോപ്പറായിട്ട് എഞ്ചിനിൽ സർക്കുലേറ്റ് ചെയ്യുന്നില്ല, ലൂബ്രിക്കേഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ ആ പിസ്റ്റന്റെ മൂവ്മെന്റും അതെല്ലാം അവതാളത്തിലാവും, എഞ്ചിൻ മൊത്തത്തിൽ കംപ്ലൈന്റ് ആവാനായിട്ട് വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇങ്ങനൊരു വാണിംഗ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ ഷോറൂമിൽ വിളിക്കുക, RSA എടുക്കുക, ഷോറൂമിലേക്ക് വണ്ടി എത്തിക്കുക. അടുത്ത ചെക്ക് എഞ്ചിൻ വാണിംഗ് ലൈറ്റ്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ജർമ്മൻ കാർ ഓണേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ, നിങ്ങൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജർമ്മൻ കാർ എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് വൺ ടൈം എങ്കിലും ഈ ഒരു ചെക്ക് എഞ്ചിൻ വാണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്. കാര്യം ഒട്ടുമിക്ക ജർമ്മൻ കാർസിലുള്ള ഒരു സ്ഥിരം പ്രശ്നമാണ്, അല്ലെങ്കിൽ പ്രശ്നക്കാരനായിട്ടുള്ളൊരു വാണിംഗ് ലൈറ്റാണ് ചെക്ക് എഞ്ചിൻ വാണിംഗ് ലൈറ്റ്. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ കംപ്ലീറ്റ്ലി അടിച്ചു പോയി അങ്ങനെയൊന്നുമല്ല. നമ്മുടെ എഞ്ചിൻ പഴയ കാലഘട്ടത്തിൽ നിന്നും പുതിയ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് സെൻസറുകളാണ് എഞ്ചിന്റെ പ്രവർത്തനത്തെ നിരീക്ഷിക്കാനായിട്ട് വാഹനത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സെൻസർ മാൽഫങ്ഷൻ വന്നാൽ പോലും ഈ ഒരു ചെക്ക് എഞ്ചിൻ വാണിംഗ് ലൈറ്റാണ് അടിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ കോമ്പണൻസിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു ചെക്ക് എഞ്ചിൻ വാണിംഗ് ലൈറ്റാണ് അടിക്കുക. അപ്പോൾ ഇത് ഒരുപാട് ഡേഞ്ചറസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, ആ ഒരു വാണിംഗിന്റെ പേരിൽ തന്നെ ഉണ്ട് ചെക്ക് എഞ്ചിൻ. അതായത് നിങ്ങളുടെ എഞ്ചിൻ അല്ലെങ്കിൽ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പണൻസ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കോമ്പണൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാണിംഗ് ആണ്. എവിടെയോ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഷോറൂമിൽ ചെല്ലുമ്പോൾ അവർ സ്കാൻ ചെയ്താണ് മിക്കവാറും ഈ പറഞ്ഞ ചെക്ക് എഞ്ചിൻ വാണിംഗ് ലൈറ്റുകളും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് അത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഷോറൂമിൽ എത്തിച്ച് ക്ലിയർ ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. അത് വെച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് ലോങ് ഡ്രൈവുകൾ അല്ലെങ്കിൽ ഒരുപാട് കാലം വാഹനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും മാൽ ഫംഗ്ഷനുള്ള കോമ്പണന്റ് ഉണ്ടെങ്കിൽ അത് അടിച്ചു പോകാം. ആ ഒരു സാധനത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതോടുകൂടി അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ അവതാളത്തിലാവാം. അതുകൊണ്ട് ഗ്രാജുവലി ഇത് വളർന്ന് വലിയൊരു പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വാണിംഗ് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഷോറൂമിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ചെക്ക് എഞ്ചിൻ വാണിംഗ് ലൈറ്റ് എന്ന് പറയുന്നത്. അടുത്തവൻ എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നക്കാരനാണ്. ഇത് വന്നു കഴിഞ്ഞാൽ വാഹനം ഒതുക്കാതല്ലാതെ വേറെ വഴിയില്ല. റണ്ണിങ്ങിലാണ് മിക്ക സമയത്തും വരാറ്. ഇതാണ് എഞ്ചിൻ ഓവർ ഹീറ്റ് വാണിംഗ് അല്ലെങ്കിൽ എഞ്ചിൻ ടെമ്പറേച്ചർ വാണിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ ടെമ്പറേച്ചർ റണ്ണിങ്ങിൽ നല്ല ഹൈ ആയിരിക്കും എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇതിനെ തണുപ്പിക്കാനായിട്ട് നമുക്കൊരു കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ആ ഒരു കൂളിംഗ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത്, നമുക്കൊരു വാഹനത്തിൽ കൂളന്റ് ഉണ്ടാവും. ആ കൂളന്റ് പ്രോപ്പറായിട്ട് എഞ്ചിന്റെ ഉള്ളിലുള്ള ഹോൾസിലൂടെ പ്രോപ്പർ ചാനൽ ഉണ്ടാവും. ആ ചാനൽസിലൂടെ നമ്മൾ സർക്കുലേറ്റ് ചെയ്തിട്ടാണ് എഞ്ചിൻ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് റേഡിയേറ്റർ ഫാനും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതൊക്കെ അറിയാലോ. അപ്പോൾ ഈ ഒരു കൂളിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും മാൽഫങ്ഷൻ വന്നിട്ട് എഞ്ചിനെ ആ ഒരു തണുപ്പിക്കാൻ സഫീഷ്യന്റ് ആയിട്ടുള്ള ആ ഒരു പ്രവർത്തനം കൂളിംഗ് സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്ന് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എഞ്ചിന് നല്ലതല്ല, നമ്മുടെ വാഹനത്തിന് നല്ലതല്ല. അതുകൊണ്ട് ആ ഒരു വാണിംഗ് തെളിയും. അപ്പൊ അങ്ങനെ ഒരു വാണിംഗ് ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണുന്നതായിരിക്കും വാണിംഗ് ലൈറ്റ്, അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാഹനം സൈഡാക്കുക, ആ ഒരു എഞ്ചിൻ തണുക്കാൻ ആവശ്യമായിട്ടുള്ള സമയം കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു വാഹനം മൂവ് ചെയ്യുന്നതിന് മുമ്പേ കൂളന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പിന്നെയും വാഹനം മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു സെയിം സാധനം വരുന്നുണ്ടെങ്കിൽ വണ്ടി ഒതുക്കിയ ശേഷം എത്രയും പെട്ടെന്ന് സർവീസ് സെന്ററിൽ വിളിച്ചറിയിക്കുക, വാഹനം ഷോറൂമിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ നെക്സ്റ്റ് കാര്യം. നമ്മൾ അടുത്തവനും കുറച്ച് പ്രശ്നക്കാരനാണ്. ബ്രേക്കുമായി ബന്ധപ്പെട്ടൊരു വാണിംഗ് ലൈറ്റ് ആണിത്. ഇതിപ്പം നമുക്ക് ബ്രേക്ക് മെക്കാനിസം വാണിംഗ് ലൈറ്റ്, അല്ലെങ്കിൽ ബ്രേക്ക് മൊഡ്യൂൾ വാണിംഗ് ലൈറ്റ് എന്നോ അല്ലെങ്കിൽ ബ്രേക്ക് സിസ്റ്റം വാണിംഗ് ലൈറ്റ് എന്നൊക്കെ വിളിക്കാം. ഇത് ആക്ച്വലി റണ്ണിങ്ങിലായിരിക്കും വരിക. മേ ബി ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ലീക്കേജ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇത് വരാറ്. അപ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് സംബന്ധിച്ചിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ ഏതിലെങ്കിലും ഒരു മാൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് സിസ്റ്റം അലേർട്ട് അല്ലെങ്കിൽ ബ്രേക്ക് വാണിംഗ് ലൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒട്ടും സേഫ് അല്ല റൺ ചെയ്യുന്നത്. ചിലപ്പോൾ ബ്രേക്ക് അപ്ലൈ ആവുന്നുണ്ടാവും, ബ്രേക്ക് കിട്ടുന്നുണ്ടാവും, പക്ഷേ
ഓൾ ഓഫ് എ സഡൻ ആയിരിക്കും ചിലപ്പോൾ ബ്രേക്കിന്റെ പ്രവർത്തനം നിലയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരിക. അപ്പോൾ റണ്ണിങ്ങിൽ ഈ ഒരു വാർണിംഗ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ വാഹനം നിർത്തുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ട്. ഇതൊരു റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരു വാർണിംഗ് ലൈറ്റ് ആണ്. നെക്സ്റ്റ് ഈ പറഞ്ഞ റെഡ് കാറ്റഗറിയിൽപ്പെട്ട തന്നെ ഒരു വാർണിംഗ് ലൈറ്റ് ആണ്. ഇത് ബാറ്ററി റിലേറ്റഡ് വാർണിംഗ് ലൈറ്റ് ആണ്. നമുക്കറിയാം നമ്മുടെ ബാറ്ററി നമ്മൾ അതിൽ നിന്ന് പവർ എടുക്കും തോറും നമ്മുടെ വാഹനത്തിന്റെ ആൾട്ടർനേറ്ററിൽ നിന്ന് ബാറ്ററി റീചാർജ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ റീചാർജ് ആയില്ലെങ്കിൽ വാഹനത്തിൽ ആ ഒരു ബാറ്ററിയിലെ കറണ്ട് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഓഫ് എനർജി തീർന്നു പോവുകയും നമുക്ക് പിന്നെ ആ ഒരു ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റാതെ വാഹനം സ്റ്റാർട്ട് ആവാതെ ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ നോർമലി നമ്മൾ വാഹനം നിർത്തിയിട്ട സമയത്ത് വാഹനം ഓൺ ആക്കാതെ മ്യൂസിക് പ്ലെയർ വെക്കുമ്പോൾ ഒക്കെ പുതിയ വാഹനങ്ങളിലൊക്കെ ഈ ഒരു വാർണിംഗ് ലൈറ്റ് കത്തിക്കിടക്കും. കാര്യം ബാറ്ററി ചാർജ് ആവുന്നില്ല എന്ന് ജസ്റ്റ് ആ ഒരു ഓണറിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റണ്ണിങ്ങിൽ ഇത്തരത്തിലൊരു സാധനം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൾട്ടർനേറ്ററോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കംപ്ലൈൻറ്റ് ആണെന്ന് ആണ് അതിൻ്റെ ഒരു അർത്ഥം. ബാറ്ററി ചാർജ് ആവുന്നില്ല റണ്ണിങ്ങിൽ. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ബാറ്ററി ഡെഡ് ആവാം. അങ്ങനെ ഡെഡ് ആയി കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ജമ്പ് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വാർണിംഗ് ലൈറ്റ് കണ്ടാലും എത്രയും പെട്ടെന്ന് ഷോറൂമിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ റണ്ണിങ്ങിൽ എത്തിക്കാമെന്ന് വിചാരിച്ചാൽ റണ്ണിങ്ങിൽ വാഹനം ഏതെങ്കിലും സമയത്ത് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാകും, എസ്പെഷ്യലി ട്രാഫിക്കിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ. ഇനി പറയുന്ന വാർണിംഗ് ലൈറ്റും ഒരു റെഡ് കാറ്റഗറി വാർണിംഗ് ലൈറ്റ് തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഇപ്പം ഒട്ടനവധി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളുണ്ട്, മാനുവൽ ഗിയർ ബോക്സുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഗിയർ ബോക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഗിയർ ബോക്സിന്റെ പ്രവർത്തനം പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിലാവാം, അതുപോലെ തന്നെ ഇതിലുള്ള ഓയിലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാവാം, അതുപോലെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ ഓവർ ഹീറ്റ് ആകുമ്പോഴൊക്കെ ഈ ഒരു ട്രാൻസ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാർണിംഗ് ലൈറ്റ് കത്തും. അപ്പോൾ ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ഇപ്പം ഈ DCT ഗിയർ ബോക്സ് ഒക്കെ കാണാം. DCT ഗിയർ ബോക്സിലൊക്കെ നമുക്ക് ടാറ്റ ഒഴിച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വെറ്റ് ക്ലച്ച് കൊടുക്കുന്ന വളരെ റെയർ ആയിട്ടുള്ള കമ്പനീസ് ഉള്ളുന്നു. ടാറ്റ എന്തായാലും ഈ DCT ഒരു വെറ്റ് ക്ലച്ചാണ് കൊടുക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഇറങ്ങിയ റെനോ ഡസ്റ്റർ അതിനും വെറ്റ് ക്ലച്ചാണ് വരുന്നത്, അതും ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ്. അപ്പോൾ ഈ ഒരു DCTയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്കിൽ പെട്ടെന്ന് ഇത് ഓവർ ഹീറ്റ് ആവും, അല്ലെങ്കിൽ ചെറിയ ഗിയറുകളിലൊക്കെ കണ്ടിന്യൂസ്ലി ഓടിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഓവർ ഹീറ്റ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ ഒരു വാർണിംഗ് കാണിക്കാറുണ്ട്, അതിൻ്റെ താഴെ ഒരു ഓവർ ഹീറ്റിംഗ് ഉള്ളൊരു നിങ്ങളുടെ അഡീഷണൽ വരാം. അപ്പോൾ അതും റെഡ് കാറ്റഗറിയിൽ പെട്ട ഒരു ഇഷ്യൂ തന്നെയാണ്. ട്രാൻസ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വന്നാൽ വാഹനം ഒരു കാരണവശാലും ഓടിക്കരുത്, സൈഡ് വെച്ച് തന്നിട്ട് എത്രയും പെട്ടെന്ന് ഷോറൂമിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്നത് ഒരു റെഡ് കാറ്റഗറി പെട്ട തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കൂളിംഗ് സിസ്റ്റോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാർണിംഗ് ആണ്. നമ്മുടെ വാഹനത്തിലൊരു കൂളന്റ് ഉണ്ടാവും എന്നുള്ള എല്ലാവർക്കും അറിയാലോ. പണ്ട് നമ്മൾ റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ചാണ് ഓടിച്ചിരുന്നത് വാഹനം. പക്ഷേ ഇപ്പോൾ ഒരു ഗ്രീൻ കളർ ഫ്ലൂയിഡ് നമ്മുടെ വാഹനത്തിന്റെ ആ ഒരു ബോണറ്റ് ഓപ്പണിംഗ് റൈറ്റോ ലെഫ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും ഒരു കൂളന്റ് ബോക്സ് ഉണ്ടാവും. അതിൽ മിനിമം മാക്സിമം ലെവൽസ് ഒക്കെ കാണിച്ചിട്ട് ബോക്സും അതിൽ കൂളന്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കൂളന്റിന് ഒരു സെർട്ടൺ ലെവൽസ് ഉണ്ട്. ആ ലെവലിൽ താഴെ പോയി കഴിഞ്ഞാൽ എഞ്ചിന്റെ കൂളിംഗ് ആ ഒരു സംവിധാനം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ ഒരു കൂളന്റ് ലെവൽ ആ ഒരു റിക്വയർഡ് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ളതിനേക്കാളും ഇതിൽ താഴെ പോകുമ്പോഴാണ് ഈ ഒരു കൂളന്റ് ലോ എന്നുള്ള ഒരു വാർണിംഗ് ലൈറ്റ് അടിക്കുന്നത്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എഞ്ചിൻ കൂളന്റ് സഫീഷ്യന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇല്ല എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ അത് റണ്ണിങ്ങിലാണെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു ബോക്സിനോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു അതിനെ ആ ഒരു സർക്കുലേറ്റ് ചെയ്യുന്ന വയേഴ്സിലൊക്കെ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വാർണിംഗ് വരാം. അപ്പം ഇതും അത് വാഹനം ഓടിക്കാനായിട്ട് അത്ര സേഫ് അല്ല. കാര്യം കൂളന്റ് ഇല്ലെങ്കിൽ വാഹനം ഓവർ ഹീറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ ഒരു വാർണിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബോണറ്റൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി കൂളന്റ് ഒക്കെ സഫീഷ്യന്റ് ലെവൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് ഷോറൂമിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക. അല്ല കൂളന്റ് ലീക്ക് ആവുന്നുണ്ട്, കൂളന്റ് സഫീഷ്യന്റ് ലെവൽ ഇല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് RSI വഴി വാഹനം ഷോറൂമിൽ എത്തിക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. ഇനിയുള്ളതാണ് DPF എന്ന് പറയുന്നത്, DPF വാർണിംഗ്. അപ്പം DPF വാർണിംഗിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് DPF എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ ഇന്നത്തെ ഡീസൽ വാഹനങ്ങളിൽ ഡീസൽ കത്താതെ അല്ലെങ്കിൽ അൺബേൺഡ് ആയിട്ടുള്ള ഡീസൽ പാർട്ടിക്കിൾസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഒരു ഫിൽട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ വാഹനങ്ങൾ നമ്മൾ കാലെടുക്കുമ്പോൾ കറുത്ത പുക അടിക്കുന്നതാണ്. പക്ഷേ ഈ സമയത്തെ ഡീസൽ വാഹനങ്ങൾ അങ്ങനെ സംഭവം നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ അൺബേൺഡ് ആയിട്ടുള്ള ഡീസൽ പാർട്ടിക്കിൾസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഒരു ഡീസൽ പാർട്ടിക്കുലേറ്റ് ഫിൽട്ടർ വാഹനത്തിന്റെ സൈലൻസറിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫിൽറ്ററിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കത്തി തീരാതെ, ഈ ഒരു ഫിൽറ്ററിൽ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന വേസ്റ്റ് കത്തി തീരാതെ എക്സോസ്റ്റ് ഗ്യാസിന് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. അങ്ങനെ അത് കത്തി തീരണമെങ്കിൽ നിങ്ങൾ ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ 2 or 3 തവണ നല്ല ഹൈ RPM-ൽ ഒരു ഹൈവേ റൈഡ് പോയിരിക്കണം. അപ്പോൾ നിങ്ങളൊരു ഡീസൽ വാഹനം യൂസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ സിറ്റി യൂസിന് വേണ്ടി മാത്രമാണ് ആ ഒരു വാഹനം എടുക്കുന്നുള്ളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് DPF ഇഷ്യൂ വരാം. ഇങ്ങനെ ഒരു വാർണിംഗ് ആദ്യം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വാഹനം എടുത്തുകൊണ്ട് നേരെ ഹൈവേയിൽ കയറുക, വെച്ച് പിടിച്ചോളുക, ആ ഒരു ഹൈ RPM-ൽ കാല് കൊടുത്തങ്ങ് പൊക്കുക. അപ്പം അങ്ങനെ ആ ടെമ്പറേച്ചർ, ഒരു മാക്സിമം ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യുമ്പോൾ ആ ഒരു ഡീസൽ പർട്ടിക്കുലേറ്റ് ഫിൽറ്ററിലുള്ള ആ ഒരു സ്യൂട്ട് തന്നെ ബേൺ ഔട്ടായി പൊക്കോളും. അങ്ങനെ അല്ലാത്തൊരവസ്ഥ കഴിഞ്ഞുവെങ്കിൽ, നിങ്ങൾ ഒരു വാർണിംഗ് കണ്ടിട്ടും ശ്രദ്ധിച്ചില്ല, ഒരുപാട് നാൾ കഴിഞ്ഞെങ്കിൽ വാഹനം ഒരു പക്ഷേ ഡിം മോഡിലേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാഹനം 20 കിലോമീറ്റർ 10 കിലോമീറ്റർ സ്പീഡിലേക്ക് സഞ്ചരിക്കുകയുള്ളൂ. അപ്പം ആ ഒരു സ്പീഡിൽ നിങ്ങൾ ഷോറൂമിൽ എത്തിക്കേണ്ടി വരും. പിന്നെ ഷോറൂമിൽ ആ ഒരു ഫിൽറ്റർ അയച്ച് ക്ലീൻ ചെയ്യണം. ഇത് രണ്ടും അല്ലെങ്കിൽ വാഹനത്തിന്റെ DPF ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഡീസൽ വാഹനങ്ങളിലും സെൽഫ് റീജനറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്.
വാഹനം പാർക്ക് ചെയ്തിട്ട് നമുക്ക് വാഹനം തന്നെ ആ ഒരു ഹൈ RPM എടുത്ത് ഈ ഒരു ഫിൽറ്റർ ക്ലീൻ ചെയ്യും. അപ്പോൾ ഈ ഒരു വാർണിംഗ് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ 3 ഓപ്ഷനിൽ ആദ്യമേ തന്നെ നിങ്ങൾ ഹൈവേ റൈഡ് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. അതല്ലെങ്കിൽ നിങ്ങൾ സിറ്റി റൈഡ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെൽഫ് റീജനറേഷൻ ചെയ്യാം. ഇത് രണ്ടും അല്ലെങ്കിൽ ഷോറൂമിൽ കൊണ്ടിട്ട് ഒരു ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കളയാവുന്നതാണ്. ഇനിയുള്ളതും ഒരു യെല്ലോ കാറ്റഗറിയിൽപ്പെട്ട വാർണിംഗ് ആണ്. പോളോ യൂസറാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വാർണിംഗ് നിങ്ങൾ ഒട്ടനവധി തവണ കണ്ടിട്ടുണ്ടാവും. യെസ്, ഇത് ABS റിലേറ്റഡ് ആയിട്ടുള്ളൊരു വാർണിംഗ് ആണ്. വാഹനത്തിന്റെ ABS മൊഡ്യൂളിനുള്ള മാൽ ഫംഗ്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മീറ്ററിൽ ഈ ഒരു വാർണിംഗ് തെളിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാർണിംഗ് തെളിഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന് ബ്രേക്ക് നോർമലി വർക്ക് ആവുമായിരിക്കും, പക്ഷേ ABS മൊഡ്യൂൾസ് കംപ്ലീറ്റ്ലി ആ ഒരു വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതിനർത്ഥം നമ്മൾ ABSന്റെ ഒരു ഫംഗ്ഷനാലിറ്റി അറിയാം. നമ്മൾ ABS ഉള്ള കാറുകൾ യൂസ് ചെയ്യുന്നത് കോൺഫിഡൻ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ള രീതിക്ക്. പക്ഷേ ABS മാൽ ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ വാഹനം ചവിട്ടി കഴിഞ്ഞാൽ മൊത്തത്തിൽ തെന്നി മാറാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എസ്പെഷ്യലി നിങ്ങളൊരു വെറ്റ് സർഫസിലാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ABS മൊഡ്യൂളിൻ്റെ കംപ്ലൈൻ്റ് ആണ് ഈ ഒരു വാർണിംഗ് സൂചിപ്പിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഷോറൂമിൽ എത്തിക്കുക, ABS മൊഡ്യൂൾ മാറുക. എസ്പെഷ്യലി പോളോ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തിയുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എസ്പെഷ്യലി ഫാമിലി ആയിട്ട് പുറത്ത് പോകുന്നത്, ഒരു ഹൈ റേഞ്ച് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു വാർണിംഗ് നമ്മുടെ മീറ്റർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ ആദ്യമായി പ്രശ്നങ്ങളായി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു മീനിങ് എന്നും എന്താണ് സൊല്യൂഷൻ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് വീണ്ടും ചെയ്യണമെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേരെ, അതുപോലെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ. ആൻഡ് ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.